ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. ചാറ്റ് ചെയ്യാനും വോയിസ് കോൾ ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്ന ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു സെക്യൂരിറ്റി സെറ്റിങ്സുകൾ വാട്സപ്പിൽ ചെയ്തു വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കോൾ കംപ്ലീറ്റ് ലീക്കാവുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാരുടെ വീഡിയോ കോൾ ഇതേപോലെ ലീക്കായിട്ടുണ്ട്. അവരുടെ പേഴ്സണൽ ഡേറ്റാസ് ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുക. ഒന്നാമത് ചെയ്യേണ്ടത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ആണ്. അത് ഓൺ ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. മുകളിലായിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് കാണാൻ കഴിയും. അവിടെ ഒന്ന് ഇതേപോലെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് സെറ്റിങ്സ് കാണാൻ കഴിയും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ചാറ്റ് ബാക്കപ്പ് ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഏറ്റവും താഴെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇവിടെ ഓഫാണ്. അത് നിങ്ങൾ ഇതേപോലെ ഓപ്പൺ ചെയ്ത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഉണ്ട് ഇവിടെ ടേൺ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പാസ്വേഡ് ഇവിടെ ചോദിക്കുന്നതായിരിക്കും. കേട്ടോ, ക്രിയേറ്റ് പാസ്വേഡ് എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം, ഒരു സ്മാൾ ലെറ്റർ ഉണ്ടായിരിക്കണം, നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ക്യാപിറ്റൽ ലെറ്റർ, സ്മാൾ ലെറ്റർ, സ്പെഷ്യൽ ക്യാരക്ടർ, നമ്പേഴ്സ് ഈ രീതിയിൽ വരുന്ന പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആദ്യം ഇവിടെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം വീണ്ടും രണ്ടാമതും ആ സെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് മോഡ് ഓൺ ആയി. ഇനി നമ്മൾ ആരെങ്കിലുമായിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും ചാറ്റ് ചെയ്യുന്ന ആളും തമ്മിലുള്ള രണ്ട് എൻഡിലുള്ള ചാറ്റുകൾ ഒരു എൻക്രിപ്റ്റഡ് മോഡിലായിരിക്കും. അത് വീഡിയോ കോൾ ആയാലും അല്ലെങ്കിൽ വോയിസ് കോൾ ആയാലും ചാറ്റുകളായാലും അതെല്ലാം എൻക്രിപ്റ്റഡ് മോഡിലായിരിക്കും. ആരെങ്കിലും അത് ഹാക്ക് ചെയ്തെടുത്താലും അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ എൻക്രിപ്ഷൻ മോഡ് ഓൺ ചെയ്ത് കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട വാട്സപ്പ് സെക്യൂരിറ്റി സെറ്റിങ്സ് വരുന്നതാണ്. ഇപ്പോഴും ചെയ്യാത്ത ആൾക്കാരുണ്ട്. പലരെയും വാട്സപ്പ് ഹാക്ക് ചെയ്തു പോകുന്നത് അതുകൊണ്ടാണ്. എത്രയും പെട്ടെന്ന് ഈ എൻക്രിപ്റ്റഡ് മോഡ് ഓൺ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സെക്യൂരിറ്റി സെറ്റിങ്സ് ഇതാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അത് ഇനിയും പ്രധാനപ്പെട്ട 2-3 സെറ്റിങ്സ് കൂടെ ഉണ്ട്. അതുകൂടെ നമുക്ക് ചെയ്യാനുണ്ട്. വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. മുകളിലെ 3 ഡോട്ട് ടച്ച് ചെയ്യുക. താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കേട്ടോ, പ്രൈവസി അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. പ്രൈവസി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അഡ്വാൻസ്ഡ് ഇവിടെ കാണാൻ കഴിയും. കണ്ടോ, അഡ്വാൻസ്ഡ്, ഇതാണ് അഡ്വാൻസ്ഡ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ടോ. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യമായിട്ട് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ്. നമുക്കറിയാത്ത ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് മെസ്സേജോ വാട്സപ്പ് കോളോ വീഡിയോ കോളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഹാക്കിംഗ് കോൾ ആയിരിക്കാം. അത് ബ്ലോക്ക് ചെയ്യുന്നൊരു സെറ്റിങ്സ് ആണ്. ഞാനിവിടെ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഓണാക്കി കൊടുക്കുക. രണ്ടാമത് പ്രൊട്ടക്റ്റ് IP അഡ്രസ്സിങ് കോൾസ്. നമ്മൾ IP കോളുകൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ IP അഡ്രസ്സ് ബ്ലോക്ക് ചെയ്യുന്നൊരു സെറ്റിങ്സ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ IP അഡ്രസ്സ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ ഹാക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സെറ്റിങ്സ് പ്രൊട്ടക്റ്റ് IP അഡ്രസ്സിങ് കോൾസ് എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റിങ്സ് ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തത് ഡിസേബിൾ ലിങ്ക് പ്രൂവ്. കാരണം കൂടുതൽ ഹാക്കിംഗ് നടക്കുന്നത് ഏതെങ്കിലും ലിങ്ക് സ്പൈ ലിങ്കുകൾ അയച്ചിട്ടായിരിക്കും. ആ സ്പൈ ലിങ്കിൻ്റെ അകത്തൊരു സ്പൈ ആപ്ലിക്കേഷൻ ഉണ്ടാകും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ട് നമ്മുടെ ഡേറ്റാസ് കംപ്ലീറ്റ് ഹാക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് വഴിയുള്ള ഹാക്കിങ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ 3 സെറ്റിങ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. മുകളിലത്തെ 3 ഡോട്ടിൽ ടച്ച് ചെയ്യുക. ഇവിടെയായിട്ട് ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകുന്ന ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണോ നിങ്ങളുടെ വാട്സപ്പിൽ കാണിക്കുന്നത് നോക്കുക. അല്ലാതെ ഈ ആരോ മാർക്ക് കാണിക്കുന്നിടത്ത് MacOS, വിൻഡോസ് OS, ആൻഡ്രോയിഡ്, iOS അങ്ങനെ എന്തെങ്കിലും ഇവിടെ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ അതിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് അതിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സൈൻ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ കാണാൻ കഴിയും. അവിടുന്ന് സൈൻ ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ചാറ്റും മറ്റും ഹാക്ക് ചെയ്തെടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാട്സപ്പിൽ നിർബന്ധമായിട്ടും പരിശോധിക്കേണ്ട അറിയേണ്ട കുറച്ച് സെക്യൂരിറ്റി സെറ്റിങ്സിനെ പറ്റിയാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കുക. ചെയ്തു വെക്കേണ്ട സെക്യൂരിറ്റി സെറ്റിങ്സ് ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ തന്നെ സേഫ് ആക്കുക.